ധനുസ് PSC ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 നടന്ന വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ തസ്തികയുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്തുനിന്നും വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 84/2025 അതിൻ്റെ ഫൈനൽ ആൻസർ കീ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 4A 51A പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കടമകളിൽ പെടാത്തവ ഏതൊക്കെയാണ്? ഓപ്ഷൻസ്: തൊഴിൽ കരം അടയ്ക്കുക, 2 അനാഥരായ കുട്ടികളെ സഹായിക്കുക, 3 കുട്ടികളെ കൊണ്ട് അപകടകരമായ മേഖലകളിൽ പണിയെടുപ്പിക്കാതിരിക്കുക, 4 വിദേശികളോട് നല്ല രീതിയിൽ പെരുമാറുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2, 3, 4 പെടാത്തവയാണെന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഭരണഘടനയുടെ 27-ാം വകുപ്പ് മതസ്ഥാപനങ്ങൾക്ക് വിനിയോഗിക്കുന്ന പണത്തെ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. ഭരണഘടനയുടെ 27-ാം വകുപ്പ് മതസ്ഥാപനങ്ങൾക്ക് വിനിയോഗിക്കുന്ന പണത്തെ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. ഭരണഘടനയുടെ 18-ാം വകുപ്പ് സ്ഥാനമാനങ്ങൾ നിരോധിക്കുന്ന വകുപ്പാണ് 18-ാം വകുപ്പ്. ഭരണഘടനയുടെ 13-ാം വകുപ്പ് കോടതിയുടെ പുനരവലോകന അധികാരം. കോടതിക്ക് മാത്രമേ പുനരവലോകനം ചെയ്യാനുള്ള കേസുകൾ പുനരവലോകനം ചെയ്യാനുള്ള അധികാരമുള്ളൂ. അടുത്തത് 226-ാം വകുപ്പ് ഹൈക്കോടതികൾക്ക് ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം. പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റായ വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളാണുള്ളത്. 27-ാം വകുപ്പ് മതസ്ഥാപനങ്ങൾക്ക് വിനിയോഗിക്കാവുന്ന പണത്തെ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. 18-ാം വകുപ്പ് എന്താണ്? സ്ഥാനമാനങ്ങൾ നിരോധിക്കുന്ന വകുപ്പാണ്. സ്ഥാനമാനങ്ങൾ നിരോധിക്കുന്ന വകുപ്പാണ് 18-ാം വകുപ്പ്. 13-ാം വകുപ്പ് എന്താണ്? കോടതിയുടെ പുനരവലോകന അധികാരത്തെക്കുറിച്ചുള്ളതാണ്. 226-ാം വകുപ്പ് എന്താണ്? ഹൈക്കോടതിക്ക് ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെക്കുറിച്ച് പറയുന്നു. ഹൈക്കോടതി റിട്ട് 226-ാം വകുപ്പ്. പ്രധാനപ്പെട്ട വകുപ്പുകൾ 27, 18, 13, 226. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 3-ാമത്തേതാണ് തെറ്റായ പ്രസ്താവന എന്നുള്ളത്. ഓക്കെ, ഇന്ത്യൻ പൗരത്വം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഭൂപ്രദേശം ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ അവിടുത്തെ ജനങ്ങൾ സ്വാഭാവികമായി ഇന്ത്യൻ പൗരന്മാരാകും. ഒരു കുട്ടി വിദേശത്താണ് ജനിക്കുന്നതെങ്കിൽ പോലും ആ സമയത്ത് മാതാപിതാക്കളിൽ ആരെങ്കിലും ഇന്ത്യൻ പൗരനാണെങ്കിൽ ആ കുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നു. ഇന്ത്യൻ പാർലമെൻറ്റിനാണ് പൗരത്വത്തെക്കുറിച്ച് നിയമം ഉണ്ടാക്കാൻ അധികാരം ഉള്ളത്, അല്ലേ? പാർട്ട് 2-ലാണ് നമ്മൾ പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്. ഈ ഭാഗം കൂടി പഠിച്ചു വെക്കുക. ഇന്ത്യൻ പൗരത്വം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഭൂപ്രദേശം ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ അവിടുത്തെ ജനങ്ങൾ സ്വാഭാവികമായും ഇന്ത്യൻ പൗരന്മാരാകുന്നു. ഒരു കുട്ടി വിദേശത്താണ് ജനിക്കുന്നതെങ്കിൽ പോലും ആ സമയത്ത് മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ഇന്ത്യൻ പൗരനാണെങ്കിൽ ആ കുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നു. നെക്സ്റ്റ്, ഇന്ത്യൻ പാർലമെൻറ്റിനാണ് പൗരത്വത്തെക്കുറിച്ച് നിയമം ഉണ്ടാക്കാൻ അധികാരമുള്ളത്. ഓക്കെ, നമ്മൾ 21-ൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ ആണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 86-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി ആണ്. ശരിയായ പ്രസ്താവന എന്ന് പറയുമ്പോൾ എയും ബിയും സിയും ഡിയും ഉണ്ട്. ശരി പ്രസ്താവനകൾ എയും ബിയും സിയും ഡിയും ഉണ്ട്. അതായത് 86-ാം ഭേദഗതിയിലൂടെ 21A എന്ന വകുപ്പ് കൂട്ടിച്ചേർത്തു. 86-ാം ഭേദഗതിയിലൂടെ 21A എന്ന വകുപ്പ് കൂട്ടിച്ചേർത്തു. പ്രാഥമിക വിദ്യാഭ്യാസം ഈ ഭേദഗതിയിലൂടെ മൗലിക അവകാശമാക്കി മാറ്റിയിട്ടുണ്ട്. പ്രാഥമിക വിദ്യാഭ്യാസം ഈ ഭേദഗതിയിലൂടെ മൗലിക അവകാശമാക്കി മാറ്റിയിട്ടുണ്ട്. 6-നും 14-നും ഇടയിൽ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം. നിർദ്ദേശ തത്വങ്ങളിലെ 45-ാം വകുപ്പുമായി ബന്ധപ്പെട്ടതാണ് ഈ ഭേദഗതി. ഒന്നുകൂടി, 86-ാം ഭേദഗതിയിലൂടെ 21A എന്ന വകുപ്പ് കൂട്ടിച്ചേർത്തു.
പ്രാഥമിക വിദ്യാഭ്യാസം ഈ ഭേദഗതിയിലൂടെ മൗലികാവകാശമാക്കി മാറ്റി 6-നും 14-നും ഇടയിൽ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം. നിർദ്ദേശ തത്വങ്ങളിലെ 45-ാം വകുപ്പുമായി ഈ ഭേദഗതിക്ക് ബന്ധമുണ്ട്. ക്വസ്റ്റ്യൻ: ധനകാര്യ കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷൻ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അറ്റോർണി ജനറൽ. ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ്. ധനകാര്യ കമ്മീഷൻ വകുപ്പ് 280. ധനകാര്യ കമ്മീഷൻ 280 ആണ്. ഇലക്ഷൻ കമ്മീഷൻ വകുപ്പ് 324. ഇലക്ഷൻ കമ്മീഷൻ 324. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വകുപ്പ് 148 ആണ്. 148. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ 148. അറ്റോർണി ജനറൽ വകുപ്പ് 76. ഒന്നുകൂടി: ധനകാര്യ കമ്മീഷൻ വകുപ്പ് 280, ഇലക്ഷൻ കമ്മീഷൻ വകുപ്പ് 324, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വകുപ്പ് 148, അറ്റോർണി ജനറൽ വകുപ്പ് 76. ഓക്കെ. നെക്സ്റ്റ് ചോദ്യം: തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. മൂന്നാമത്തതാണ് തെറ്റായ പ്രസ്താവന. ഓക്കെ. അപ്പോൾ കേന്ദ്ര സംസ്ഥാന സംയുക്ത ലിസ്റ്റുകളിൽ പെടാത്ത വിഷയങ്ങളാണ് അവശിഷ്ടാധികാരങ്ങളിൽ പെടുന്നത്. സൈബർ നിയമങ്ങൾ അവശിഷ്ടാധികാരങ്ങളിൽ പെടുന്നു. എപ്പോഴും ചോദിക്കുന്നൊരു ഫാക്റ്റാണ്. സൈബർ നിയമങ്ങൾ അവശിഷ്ടാധികാരങ്ങളിൽ പെടുന്നു. അവശിഷ്ടാധികാരം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് കാനഡയിൽ നിന്നും ആണ്. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ്: പാർലമെൻ്ററി സമുദായത്തിൻ്റെ സവിശേഷതകളിൽ പെടാത്തവ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി മൂന്നാമത്തതാണ്. പാർലമെൻ്ററി സമ്പ്രദായം എന്ന് പറയുമ്പോൾ കൂട്ടുത്തരവാദിത്തമാണ്, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ്. പ്രധാനമന്ത്രിക്കും മറ്റു മന്ത്രിമാരും നിയമനിർമ്മാണ സഭാംഗങ്ങളായിരിക്കും. പാർലമെൻ്ററി സമ്പ്രദായത്തിൽ പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരും നിയമനിർമ്മാണ സഭാംഗങ്ങൾ ആയിരിക്കും. അവരെല്ലാം കൂടെ കൂടിച്ചേർന്നിട്ടാണ് അത് നടത്തിക്കൊണ്ടു പോവുക. പാർലമെൻ്ററി സമ്പ്രദായത്തിൽ യഥാർത്ഥ ഭരണാധികാരിയും നാമമാത്രമായ ഭരണാധികാരിയും ഉണ്ടായിരിക്കും. റിയൽ എക്സിക്യൂട്ടീവും നോമിനൽ എക്സിക്യൂട്ടീവും ഉണ്ടായിരിക്കും. ഒന്നുകൂടി: കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആയിരിക്കും, കൂട്ടുത്തരവാദിത്തമാണ് പാർലമെൻ്ററി സമ്പ്രദായത്തിൻ്റെ പ്രധാന സവിശേഷത. പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരുമാണ് നിയമനിർമ്മാണ സഭാംഗങ്ങളായിരിക്കും അവർ. പിന്നെയോ യഥാർത്ഥ ഭരണാധികാരിയും നാമമാത്രമായ ഭരണാധികാരി എവിടെയുണ്ട്? പാർലമെൻ്ററി സമ്പ്രദായത്തിൽ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ചോദ്യം: ഓപ്പറേഷൻ അമൃത് എന്താണ്? ഓപ്പറേഷൻ അമൃത് എന്ന് പറയുമ്പോൾ ഉത്തരം: ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ കുറിപ്പടിയില്ലാതെ മരുന്ന് വിറ്റാലും നടപടി എടുക്കും എന്നുള്ളതാണ് സംഭവം. നെക്സ്റ്റ് ചോദ്യം: കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2, 3, 4 ശരിയായ പ്രസ്താവനകൾ. 4. അതായത് നീതിന്യായ വ്യവസ്ഥകൾ, മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതികൾ തൊടുപുഴ, വടകര എന്നിവിടങ്ങളിലാണ്. അവശ്യ വസ്തുക്കളുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി തൃശ്ശൂരാണ്. നെയ്യാറ്റിൻകര, കൊട്ടാരക്കര എന്നിവിടങ്ങളിലാണ് അബ്കാരി കേസുകൾ മാത്രമുള്ള പ്രത്യേക കോടതികൾ പ്രവർത്തിക്കുന്നത്. ലോക അദാലത്തിൽ തീർപ്പാക്കിയ കേസുകൾ തുടർന്ന് അപ്പീലിൽ പറ്റില്ല. ലോക അദാലത്തിൽ തീർപ്പാക്കിയ കേസുകൾ തുടർന്ന് അപ്പീൽ പറ്റില്ല. ഇത്രയും കേരളത്തിൽ നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഫാക്റ്റുകളാണ്. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്ന് പറയും, പ്രത്യേകിച്ച് അത് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. നെക്സ്റ്റ് ചോദ്യം: കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ആയിട്ടില്ലാത്ത വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ സി ഡോക്ടർ സിറിയക് തോമസ്. നെക്സ്റ്റ്: ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് വോട്ടിംഗ് സമ്പ്രദായത്തിലൂടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് താഴെ പറയുന്നവയിൽ ആരെ തിരഞ്ഞെടുക്കുവാനാണ്? ആൻസർ ഓപ്ഷൻ സി സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗങ്ങളെ. MLA തിരഞ്ഞെടുക്കുവാൻ വേണ്ടി മാത്രമാണ് FPTP സമ്പ്രദായം ഉപയോഗിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. FPTP സമ്പ്രദായം MLA മാർക്കുള്ളതാണെന്ന് പഠിച്ചു വയ്ക്കുക. FPTP സമ്പ്രദായം MLA മാർക്കുള്ളതാണ്.
നെക്സ്റ്റ്, കേരള തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ ബി. തെറ്റ് പ്രസ്താവന ഇവരാണ്. നെക്സ്റ്റ്, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് കേരള ഗവർണറാണ്. ഈ വനിതാ കോൺസ്റ്റബിൾ പരീക്ഷയ്ക്കും അതൊരു ചോദ്യം ഉണ്ടായിട്ടുണ്ട്. കേരള ഗവർണറെ സംബന്ധിക്കുന്ന ചോദ്യം ആ റൗണ്ടിൽ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നു. ആദ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ MSK രാമസ്വാമിയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമിക്കുന്നത് കേരള ഗവർണറാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നു. ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ MSK രാമസ്വാമി. ഓക്കെ, അതും കൂടി പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ചോദ്യം, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തവ എന്താണ്? പെടാത്തവ ആൻസർ ഓപ്ഷൻ ഡി ആണ്. നാലാമത്തതാണ് പെടാത്തത്. ഓക്കെ, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലത്തിലെ എല്ലാ ക്ലാസ് മുറികളിലും ഹൈടെക് ക്ലാസ് മുറികളാക്കുക. സംസ്ഥാനത്തെ 1000 സ്കൂളുകളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം ഉൾപ്പെടെ വിദ്യാർത്ഥികളിൽ ആശയവിനിമയ ശേഷിയും ജീവിത നൈപുണ്യങ്ങളും വർദ്ധിപ്പിക്കുക. അത് പൊതുവിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ളതാണ്. നെക്സ്റ്റ് ചോദ്യം നോക്കാം. നെക്സ്റ്റ് ചോദ്യം 167/25 ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിൻ്റെത്. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട താഴെപ്പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ശരിയല്ലാത്ത പ്രസ്താവന ഇവയിൽ ഏതാണ്? ഓക്കെ, ആൻസർ ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉമാണ് ശരിയല്ലാത്ത പ്രസ്താവന. 2ഉം 3ഉമാണ് ശരിയല്ലാത്ത പ്രസ്താവന. 2ഉം 3ഉമാണ് ശരിയല്ലാത്ത പ്രസ്താവന. ഓക്കെ, അപ്പോൾ ഇത് ശരി മാത്രം നോക്കാം. 1928 മോത്തിലാൽ നെഹ്റുവും മറ്റ് 8 കോൺഗ്രസ് നേതാക്കളും ഇന്ത്യയ്ക്ക് ഒരു ഭരണഘടനയ്ക്ക് രൂപം നൽകി. അപ്പോൾ 2ഉം അല്ലേ? ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, നോക്കി വെച്ചോളൂ. ആൻസർ ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉമാണ് തെറ്റ് പ്രസ്താവന നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് നോക്കാം. ഒന്നാമത്തത് മാത്രം ഒന്ന് നോക്കാം. 28 മോത്തിലാൽ നെഹ്റുവും 8 കോൺഗ്രസ് നേതാക്കളും ഇന്ത്യയ്ക്ക് ഒരു ഭരണഘടനയ്ക്ക് രൂപം കൊടുത്തു. നെക്സ്റ്റ് വരുന്നത്, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി 26 ജനുവരി 1950 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു. നെക്സ്റ്റ്, അത് തെറ്റ് പ്രസ്താവനയാണ്. ഇതും തെറ്റ് പ്രസ്താവന. നാലാമത്തത് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യത്തെ മീറ്റിംഗ് 46 ഡിസംബറിൽ നടന്നു. എല്ലാവരും കൺഫ്യൂഷൻ ആവണ്ട, ചെറുതാക്കി ഇട്ട് തരാം. അപ്പോൾ ഇവിടെ നോക്കാം. ഈ ചോദ്യം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഏതൊക്കെയാണ് ശരിയല്ലാത്ത പ്രസ്താവന? ആൻസർ ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉമാണ് ശരിയല്ലാത്ത പ്രസ്താവന. ഓക്കെ, രണ്ടാമത്തതും 3 നമുക്ക് വായിക്കേണ്ട. 1ഉം 4ഉം നോക്കാം. 28 മോത്തിലാൽ നെഹ്റുവും മറ്റ് 2 കോൺഗ്രസ് നേതാക്കളും ഇന്ത്യയ്ക്കായി ഒരു ഭരണഘടനയ്ക്ക് രൂപം നൽകി. ഇനി നാലാമത്തത്, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യത്തെ മീറ്റിങ്ങിന് 1946 ഡിസംബറിൽ നടന്നു. രണ്ടും നമുക്കറിയാവുന്ന ഫാക്റ്റാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ റിപ്പബ്ലിക് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആമുഖം എന്ന് പറയുമ്പോൾ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി, ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരിക്കും. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ റിപ്പബ്ലിക് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരിക്കും. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇനി നെക്സ്റ്റ് ചോദ്യം, 1955 ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു ഇന്ത്യൻ പൗരൻ്റെ ഇന്ത്യക്കാരിയല്ലാത്ത ഭാര്യയ്ക്ക് ഇന്ത്യയിൽ പൗരത്വം ലഭിക്കാനുള്ള രീതിയുടെ പേരെന്താണ്? ഓക്കെ, രീതിയുടെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഏത് രീതിയാണ്? ഓപ്ഷൻ സി ആൻസർ. രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം. ചോദ്യം, 1955 ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ചിട്ട് ഒരു ഇന്ത്യൻ പൗരൻ്റെ ഇന്ത്യക്കാരി അല്ലാത്ത ഭാര്യയ്ക്ക് ഇന്ത്യയിൽ പൗരത്വം ലഭിക്കാനുള്ള രീതിയുടെ പേരെന്താണ്? രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ അനുച്ഛേദം 20 ഉൾപ്പെടാത്ത വസ്തുത ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. നിയമ നടപടിക്രമങ്ങളിലൂടെ അല്ലാതെ ഒരാളുടെ ജീവനും സ്വാതന്ത്ര്യവും ഹനിക്കരുത്. 20 ഉൾപ്പെടാത്ത വസ്തുതയാണ് ഇത്. ഓക്കെ, അപ്പോൾ അനുച്ഛേദം 20 എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കിയേക്കാം. 1, നിയമലംഘനത്തിനല്ലാതെ
ഒരാളെ ശിക്ഷിക്കാൻ പാടില്ല. നിയമലംഘനത്തിനല്ലാതെ ഒരാളെയും ശിക്ഷിക്കാൻ പാടില്ല. 1. നിയമത്തിൽ പറയുന്നതിനേക്കാൾ വലിയ ശിക്ഷ കൊടുക്കാൻ പാടില്ല. അടുത്തത്, ഒരു നിയമലംഘനത്തിൽ ഒന്നിൽ കൂടുതൽ തവണ ശിക്ഷിക്കരുത്. ഓക്കെ. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ്? താഴെ പറയുന്നവയിൽ തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ. 1 മാത്രമാണ് തെറ്റായത്. ഓക്കെ. ഇവിടെ 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലികാവകാശമല്ലാതാക്കി തീർത്തു. 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു. 42-ാം ഭരണഘടനാ ഭേദഗതി ഒരു ചെറു ഭരണഘടന എന്ന് അറിയപ്പെട്ടു. ഈ ഒരു ഫാക്റ്റ് കഴിഞ്ഞ CPOയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഏത്? 42-ാം ഭരണഘടനാ ഭേദഗതി ചെറു ഭരണഘടന, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള ഭേദഗതി. അപ്പോൾ ഭേദഗതി എന്ന് പറയുമ്പോൾ 42 പഠിക്കാനുണ്ട്, 44 പഠിക്കാനുണ്ട്, 86 പഠിക്കാനുണ്ട്. ഇത് 3 തന്നെ ഇപ്പോൾ ചോദിച്ചിട്ടുമുണ്ട്. ഓക്കെ, നന്നായിട്ടത് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ്? മൗലിക കടമകൾ. തെറ്റായ വസ്തുത ആൻസർ ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം തെറ്റ് പ്രസ്താവനകളാണ്. മൗലിക കടമകൾ സോവിയറ്റ് യൂണിയനിലെ ഭരണഘടനയിൽ നിന്നും മാതൃകയാക്കി സ്വീകരിച്ചതാണ്. മൗലിക കടമകൾ അനുച്ഛേദം 51A ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൗലിക കടമകൾ എന്ന് പറയുമ്പോൾ സോവിയറ്റ് യൂണിയനിൽ നിന്ന് കടമെടുത്തതാണ്, മാതൃകയാക്കിയതാണ്. 51A അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. മൗലിക കടമകൾ അല്ലേ. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതകളിൽ 7 ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട് 7 എന്നൊക്കെ വന്നപ്പോൾ അത് ക്വസ്റ്റ്യൻ ഇൻകറക്റ്റാണ്. നമുക്ക് അടുത്തതിലേക്ക് നോക്കാം. 2023 19 കേന്ദ്ര ഗവൺമെൻറ് വകുപ്പുകളിലെ 42 കേന്ദ്ര നിയമങ്ങളിലെ 183 വകുപ്പുകൾ ഭേദഗതി വരുത്തി ചെറിയ തരത്തിലുള്ള ചട്ടലംഘനങ്ങൾക്കുമുള്ള ശിക്ഷ കുറയ്ക്കുന്നതിനായി കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന ബില്ല് അറിയപ്പെടുന്നത്. ഈ പോലീസ് സെക്ഷൻ പോലത്തെയാണ്. ചോദ്യം ഉത്തര ഓപ്ഷൻ ഡി ആണ്, ജൻ വിശ്വാസ് ബിൽ. ഓക്കെ, ജൻ വിശ്വാസ് ബില്ലാണ് വന്നത്, ജൻ വിശ്വാസ് ബിൽ. നെക്സ്റ്റ് ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ രാജ്യസഭയുടെയും ലോക്സഭയുടെയും സംയുക്ത സമ്മേളനത്തെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ വിവരങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ പാർലമെൻറ്റിൽ രാജ്യസഭയുടെയും ലോക്സഭയുടെയും സംയുക്ത സമ്മേളനം, ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ശരി ഏതൊക്കെയാണ്? ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. 1 ഇല്ല, 2, 3, 4 എന്താണ്? ശരിയാണ്. 2, 3, 4 പാർലമെൻറ്റ് സംയുക്ത സമ്മേളനം. പാർലമെൻറ്റ് സംയുക്ത സമ്മേളനത്തിലൂടെയാണ് സ്ത്രീധന നിരോധന നിയമം കൊണ്ടുവന്നത്. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ ബില്ല് പാസ്സാവാൻ പ്രത്യേക ഭൂരിപക്ഷത്തിൻ്റെ ആവശ്യമില്ല. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. ഈ ഫാക്റ്റ് എപ്പോഴും ചോദിക്കുന്നതാണ്. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണെന്നുള്ള പരിപാടി. ഈ ഒരു പോയിന്റ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ചോദ്യം, കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ പദ്ധതികളുമായി ബന്ധപ്പെട്ട ശരി പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം 181 എന്ന ഹെൽപ്പ് ലൈൻ പദ്ധതി സ്ത്രീ സുരക്ഷയാണ്. 181 സ്ത്രീ സുരക്ഷ. യാത്ര ചെയ്യുന്ന വനിതകൾക്ക് താമസ സൗകര്യം ഒരുക്കാൻ വനിതാ മിത്ര കേന്ദ്രം ഒരുക്കിയിട്ടുണ്ട്. വനമിത്ര എന്ന പേരിൽ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകൾക്ക് നൈപുണ്യ വികസന കേന്ദ്ര സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈ ഫാക്റ്റുകളൊക്കെ ഇത് ചോദിച്ചിട്ടുള്ളതാണ്. LDCക്ക് വരെ ചോദിച്ച ചോദ്യമാണ് വനമിത്ര എന്നുള്ള ഫാക്റ്റ്. ഇത് വനിതമിത്ര. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം ചേരുംപടി ചേർക്കാൻ ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭാ നിയമോപദേശകം എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി നമുക്ക് നോക്കാം. ലക്ഷ്യപ്രമേയം ആരാണ്? ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ നിയമോപദേശകൻ ആരായിരുന്നു? BN റാവു ആയിരുന്നു അല്ലേ. ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യത്തെ ചെയർമാൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ പ്രവിശ്യ
ഭരണഘടനാ സമിതിയുടെ ചെയർമാൻ പ്രവിശ്യയുടേത് വല്ലഭായ് പട്ടേൽ. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, കൺഫ്യൂഷൻ ഇല്ലാതെ ചെയ്യാം. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശ തത്വങ്ങളുടെ വകുപ്പുകൾ ശരിയായി ക്രമീകരിക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, വകുപ്പ് 43. കുടിൽ വ്യവസായം 43. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുക, അത് 44. എപ്പോഴും നമ്മൾ അറിയാവുന്നൊരു ഫാക്റ്റ് അല്ലേ, 44. നെക്സ്റ്റ്, ഗോവധം നിരോധിക്കുക. ഗോവധം എന്ന് പറയുമ്പോഴത് 48ആണ്. 48ആണ്. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും, അത് അല്ലേ, അത് 51ആണ്. നമ്മൾ ഈ ഫാക്റ്റുകൾ എപ്പോഴും ചോദിക്കുന്ന ഒരു വകുപ്പുകളാണ് 51, 43, 44, 48 എന്നുള്ളത്. ഒന്നുകൂടി, കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുമ്പോൾ വകുപ്പ് 43, ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുക വകുപ്പ് 44, ഗോവധം നിരോധിക്കുക വകുപ്പ് 48, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും വകുപ്പ് 51. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതികളെ ബന്ധപ്പെട്ട ശരി പ്രസ്താവനകൾ ഇവിടെ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, കേരള ഗവർണറുമായി ബന്ധപ്പെട്ട തെറ്റ് പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ 4ാമത്തേതാണ് തെറ്റ് പ്രസ്താവന. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരി പ്രസ്താവന ഏതൊക്കെയാണ്? വീണ്ടും ചോദ്യം. ആൻസർ ഓപ്ഷൻ ഡി, ശരി പ്രസ്താവന 1ഉം 2ഉമാണ്. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി, എ, ബി, ഡി, ഇ. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യയിലെ ധനകാര്യ കമ്മീഷന് ബന്ധപ്പെട്ട തെറ്റ് പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി, 4ാമത്തേത്. നെക്സ്റ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ അധ്യക്ഷനായിട്ടില്ലാത്ത വ്യക്തി, ആരും തന്നെ ഇല്ല. നെക്സ്റ്റ് ചോദ്യം, കേരള ഹൈക്കോടതി ബന്ധപ്പെട്ട തെറ്റ് പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ 2ഉം 3ഉമാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത ജോഗ്രഫി പാർട്ട് ചെയ്യാം.